കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. സർവകൃപാലും സർവശക്തനും അതിമഹത്വമുള്ള നാമമുള്ള കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് സഭ എന്നതിനെക്കുറിച്ചാണ്. ഇന്നത്തെ വിഷയം തന്നെ അതാണ്, ടോപ്പിക്ക്. സഭ എങ്ങനെയാണ് ഉണ്ടായത്, അല്ല സഭ എന്താണ്? മത്തായി 16:18 നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല ഞാൻ നിന്നോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം മത്തായി തന്നെയാണ് എഴുതപ്പെട്ടതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ്, ഗ്രന്ഥകർത്താവ് മത്തായി തന്നെയാണ്. ഇതിനകത്തെ ടോപ്പിക് ഇതാണ്, വിഷയം ഇതാണ്, യേശു മശിഹയ രാജാവെന്നാണ്. ഇത് എഴുതിയ കാലം 60 എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമാണല്ലോ മത്തായി. ജീവനുള്ള ദൈവത്തെക്കുറിച്ചാണ് ഇതിനകത്ത്, പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് മശിഹയ വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്ന 16:16 അവതരിപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തെ ഒന്നാമതായി ചേർത്തിരിക്കുന്നു, ഉചിതമായിരിക്കും. ഈ വേദപുസ്തകത്തിലെ ഗ്രന്ഥകർത്താവിൻ്റെ യേശുവിൻ്റെയും 12 ശിഷ്യന്മാരിൽ ഒരുവനായ മത്തായി തന്നെയാണ് ഈ സുവിശേഷത്തിൻ്റെ വാക്താവും എഴുതപ്പെട്ട ആളും. മർക്കോസിൻ്റെ സുവിശേഷം റോമർക്ക് വേണ്ടിയും മർക്കോസിൻ്റെ മുഖപുര കാണുക. ലൂക്കോസിൻ്റെ സുവിശേഷം തെയോഫിലോസിനും എല്ലാ ജാതീയ വിശ്വാസികൾക്കും വേണ്ടിയാണ് എഴുതപ്പെട്ടത്. എന്നാൽ മത്തായിയുടെ സുവിശേഷം യഹൂദ വിശ്വാസികൾക്ക് വേണ്ടിയാണ് എഴുതപ്പെട്ടത്. ഈ സുവിശേഷം യഹൂദ പശ്ചാത്തലം പല വിധത്തിൽ വ്യക്തമാണ്. ദീർഘമായി ഒരു കാത്തിരിപ്പ് മശിഹയാണെന്ന് അവർ കാത്തിരിക്കുന്ന ഒരു വേദപഠനമാണിത്, അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സഭയെ സഭയെ ചേർത്തുകൊണ്ടാണല്ലോ ഇത് എഴുതപ്പെട്ടത്. നീ പത്രോസ് ആകുന്നു, മത്തായി 16:18 ഒരിക്കൽ കൂടി വായിക്കുന്നു. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നുണ്ട്. മത്തായി ചുങ്കക്കാരനാണെന്നെല്ലാം നമുക്കറിയാം, ഞാൻ അതുകൊണ്ടൊന്നും പറയുന്നില്ല. ചുങ്കസ്ഥലത്തു നിന്നാണ് കർത്താവ് വിളിച്ച് വേർതിരിച്ചത്. മത്തായി കണ്ടപ്പം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റിയ ആളാണെന്ന് കർത്താവിന് മനസ്സിലായി. അങ്ങനെ മത്തായിയെ വിളിച്ച് വേർതിരിച്ചതാണ് കർത്താവ്. സഭ അഥവാ എക്ലീസിയ എന്ന ഗ്രീക്ക് പദത്തിനെ വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനങ്ങളുടെ കൂട്ടം എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. പുതിയ നിയമ